ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഒരു ചെറുപയർ പരിപ്പ് പായസം പ്രഥമൻ എന്ന് പറയും കേട്ടോ. അതിങ്ങനെ വറുത്തെടുക്കണം. വറുത്ത് ചെറിയ ചൂടിൽ വറുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അപ്പോൾ അത് നല്ല മൂക്ക വറുത്ത് വെച്ചു. അതിന് ശേഷം നമ്മൾ തേങ്ങ 400 ഗ്രാം പരിപ്പിന് തേങ്ങ 4 എണ്ണം എടുത്ത് നല്ല ഏരായി ഇതാവി നല്ലവണ്ണം പിഴിഞ്ഞ് പാലെടുക്കണം. പാലെടുത്ത് അതിലേക്ക് ചെറുപയർ പരിപ്പ് കുക്കറിൽ 2 വിസിൽ എടുത്ത് വേവിച്ചു. അതിന് ശേഷം പാലിലിട്ട് നല്ലവണ്ണം ചെറിയ തീയിൽ തന്നെ നല്ലവണ്ണം ഇളക്കിയെടുക്കണം. കൈവിടാതെ ഇളക്കിയെടുക്കണേ. ഏകദേശം വെന്ത് പാകമായി വരുമ്പോൾ കൂടി ശർക്കര ഇടണം. 3/4 കിലോ ശർക്കര ഇട്ട് നല്ലോണം പാകത്തിന് ഇളക്കി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീയിലേ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം പാൽ ആദ്യം എടുത്ത് വെച്ച പാൽ ചേർക്കണം. അങ്ങനെ ചേർത്ത് കുറുകി വരുവാണ്. ചേർത്ത് കുറച്ചും കൂടി നന്നായി ഇളക്കി കുറച്ചുകൂടി ഒന്ന് ചേർത്തിങ്ങനെ നിൽക്കുക. അങ്ങനെ ഏകദേശം നമ്മുടെ പായസം ഇങ്ങനെ തയ്യാറായി വരുന്നു. നമ്മുടെ പശുവിൻ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വഴറ്റി നല്ലവണ്ണം വഴറ്റി എടുത്ത് വെക്കണേ. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ആകുമ്പോൾ വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് മുന്തിരി വേറെ വറുക്കണേ. അതെടുത്ത് വെച്ചിട്ട് മുന്തിരി നല്ലോണം ചുവന്ന് വന്നപ്പോൾ പായസത്തിലേക്കിട്ട് അതിന് ശേഷം തേങ്ങാക്കൊത്ത് ചുവപ്പ് കളറാകുന്നത് വരെ വറുത്തെടുക്കുക. എന്താ മണം! അതിനുശേഷം നമ്മുടെ ഇതൊക്കെ ചുവന്ന് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയില്ലേ, ചെറിയ ഉള്ളിയും വഴറ്റി അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് അതിലേക്ക് എടുത്തിടണം. അങ്ങനെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത് ഒക്കെ ഇട്ട് നല്ല പാകത്തിന് ഒരു നുള്ളു ഉപ്പിടണേ. അത് പറയാൻ മറന്നു. നുള്ളുപ്പും ചേർത്ത് നല്ല കുറുകി വരുന്നുണ്ട് കേട്ടോ. എന്താ അടിപൊളി പ്രഥമൻ! നമ്മുടെ പരിപ്പ് പ്രഥമൻ ഇവിടെ തയ്യാറാവുകയാണ്. ഏകദേശം പരിപ്പ് പ്രഥമൻ തയ്യാറായി. നല്ല കുറുകി വന്ന് കണ്ടോ. ഇടയ്ക്ക് തീ കൂട്ടാം, ഇടയ്ക്ക് ചെറിയ തീയിലേക്കാക്കാം. അങ്ങനെ നല്ല മുഴുമുഴാന്നായി വന്നു പ്രഥമൻ. അപ്പം നമ്മൾ കുറച്ച് പശുവിൻ നെയ്യൊക്കെ ഒഴിക്കാം കേട്ടോ. പാകത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ ഏലക്കായ്, ജീരകം, പഞ്ചസാര കൂട്ടി പൊടിച്ച് അതിലേക്ക് ചേർത്ത് നല്ല വാസനയും. ഇപ്പോഴാണ് പ്രഥമൻ്റെ എല്ലാ വാസനയും വരുന്നത്. നല്ല ടേസ്റ്റുള്ളതാണ്.
ഇത് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. ഈ പ്രഥമൻ കാണുമ്പോൾ തന്നെ എന്താ രസം. 4 തേങ്ങയും 400 ഗ്രാം പരിപ്പും 3/4 കിലോ വെല്ലം എന്ന് വെച്ചാൽ ശർക്കര, നമ്മൾ വെല്ലം എന്നാണേ പറയുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പപ്പടവും, പപ്പടം, പഴം, പ്രഥമൻ കണ്ടോ, അത് കൂട്ടി അങ്ങ് അടിച്ച്